എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി BMS DSM. ഇന്നത്തെ നമ്മുടെ വിഷയം തലവേദനയെ പറ്റിയാണ്, അഥവാ ഹെഡ് ഏക്ക്. സർവ്വസാധാരണമായി എല്ലാവരിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് തലവേദന. ആയുർവേദത്തിൽ ശിരശൂല എന്ന് പറയും. ഇത് അനേകം രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആയുർവേദത്തിൽ അത് ഒരു രോഗമായി തന്നെ ആചാര്യം വിവരിക്കുന്നുണ്ട്. ശിരസിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആയുർവേദത്തിൽ ശിരസിനെ ഒരു പ്രധാനപ്പെട്ട അവയവമായിട്ടാണ് പരിഗണിക്കുന്നത്. ഉത്തമാംഗം എന്നാണ് ശിരസിനെ ആയുർവേദത്തിൽ പറയുന്നത്. ഓൾ ടൈപ്സ് ഓഫ് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആർ ക്രിയേറ്റഡ് ബൈ ദി ഉത്തമാംഗം. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. പിന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, ഇതിൻ്റെ ഇരിപ്പിടമാണ് ശിരസ്. ചില ആചാര്യന്മാർ മനസ്സിൻ്റെ സ്ഥാനമാണെന്നും കൂടി പറയുന്നുണ്ട് ശിരസ്. തലകീഴായി നിൽക്കുന്ന ഒരു ആൽമരത്തിനോടാണ് ഋഷീശ്വരന്മാർ ശരീരത്തെ ഉപമിച്ചിരിക്കുന്നത്. അതായത് ആൽമരത്തിൻ്റെ ധാരാളം വേരുകളോട് കൂടിയ ഭാഗം തലയായിട്ടും ശാഖകളെ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ശിരസിൻ്റെ പ്രാധാന്യം വ്യക്തമായല്ലോ. അപ്പോൾ വേരിന് ക്ഷതം പറ്റിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ ശിരസിന് എന്ത് അസുഖം വന്നാലും അത് ഉടനെ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തലവേദന വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ആഹാരവിഹാരങ്ങൾ. ആഹാരം നമ്മൾ കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, അതുപോലെ വയറ് നിറച്ച് കഴിക്കുക, രാത്രിയൊക്കെ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ അധികം എരിവ്, പുളി, ഉപ്പ്, മസാലയൊക്കെ ചേർന്ന ആഹാരം കൂടുതൽ കഴിക്കുക. അതാണ് ആഹാരത്തിൻ്റെ. പിന്നെ തണുത്ത വെള്ളം ധാരാളം കുടിക്കുക. വിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയാണ്. രാത്രി വളരെ നേരം ഉറക്കൊളച്ചിരിക്കുക, പകൽ കുറേ നേരം കിടന്നുറങ്ങുക, പിന്നെ നല്ല വെയിൽ ഉള്ളപ്പോൾ കൂടുതൽ നേരം വെയിലത്ത് നടക്കുക, അതുപോലെ മഴ നനയുക. പിന്നെ വേഗങ്ങളെ നമ്മൾ തടഞ്ഞ് നിർത്താണ്ട് അതാത് സമയത്ത് പോകാൻ അനുവദിക്കുക. അപ്പോൾ വേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് അതൊക്കെയാണ് വിഹാരങ്ങൾ. ഒന്നാമത്തേത് മാനസിക രോഗങ്ങൾ കൊണ്ട്. മനസ്സിന് കൂടുതൽ സ്ട്രെസ്സ്, ഡിപ്രഷൻ, അതുപോലെ കൂടുതൽ ചിന്തകൾ, കോപം, ദേഷ്യം, അതെല്ലാം കൊണ്ട് വരാം. നാലാമത്തേത് പരിതസ്ഥിതി കാരണം. എന്നുവെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വരാം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ, പുക ഒക്കെ കൂടുതൽ ശ്വസിക്കുന്നതുകൊണ്ട്, അതുപോലെ രൂക്ഷഗന്ധം മണക്കുന്നതുകൊണ്ട് ഒരു കാരണമാണ്. ആറാമത്തേത് മറ്റ് രോഗങ്ങൾ കൊണ്ട്, മസ്തിഷ്ക രോഗങ്ങൾ കൊണ്ട്. അതായത് മസ്തിഷ്കത്തിൽ, ബ്രെയിനിൽ ട്യൂമർ, പഴുപ്പ്, അങ്ങനെ ഉള്ള രോഗങ്ങൾ. പിന്നെ പല്ലിനെയും പിന്നെ മൂക്കിനെയും ബാധിക്കുന്ന രോഗങ്ങൾ. അതിൽ സൈനസൈറ്റിസിൽ വരാം. സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഇരുവശത്തും സൈനസ് ഉണ്ട്, ക്യാവിറ്റീസ് ഉണ്ട്. അതുപോലെ മൂക്കിൻ്റെ ഇരുവശത്തും ഉണ്ട് ക്യാവിറ്റീസ്. അതിൽ കഫം നിറഞ്ഞിട്ട് തലവേദന വരാം. അതാണ് സൈനസൈറ്റിസ്. ആയുർവേദത്തിൽ ത്രിദോഷ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ത്രിദോഷമാണുങ്ങൾ, വാതപിത്ത കഫങ്ങൾ, അതാണ് ആയുർവേദത്തിൻ്റെ ബേസ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണത്തിനെ അടിസ്ഥാനമാക്കിയാണ് ചികിത്സിക്കുക. അപ്പോൾ ഈ ദോഷങ്ങൾ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഹൈ BP എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം കൂടുമ്പോൾ തലവേദന ഉണ്ടാകും. ഹൈ BP, പ്രമേഹം, മലബന്ധമുള്ളപ്പോൾ വരാം. അതിൽ വയറിൽ ദഹനമാന്ദ്യം കൊണ്ടുവരാം. പിന്നെ അമിതമായ മദ്യപാനം, പുകവലി ഉള്ളവരിലും കാണപ്പെടാറുണ്ട്. പിന്നെ വീര്യം കൂടിയ മരുന്ന് കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടും തലവേദന വന്നു കാണാറുണ്ട്. പിന്നെ അതുപോലെ തലയ്ക്ക് ക്ഷത ഏൽക്കുക, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെ നോക്കാം. തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഈ വാതപിത്ത കഫങ്ങളാണല്ലോ, അത് കൂടിയിരിക്കുമ്പോഴും കുറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളുണ്ടാവുന്നത്. സമാവസ്ഥയിലിരിക്കുമ്പോൾ അസുഖങ്ങളുണ്ടാവുന്നില്ല. അപ്പം ഈ ദോഷാടിസ്ഥാനത്തിൽ ഏത് ദോഷം കൂടിയെന്ന് ഇരിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ചികിത്സ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 11 തരമായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതിൽ ചെറുതായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് പറയാം. അതിൽ ഒന്നാമത്തെയാണ് വാതിക ശിരശൂല. അതിൽ തല പിളർന്ന് നോവുക, കുത്തി നോവുക, അതുപോലെ ഈ നെറ്റിയുടെ ഇരുവശത്തും വേദന. പിന്നെ നമ്മളെന്തെങ്കിലും തുണി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ വേദന നല്ല കുറവ് തോന്നും വാതിക ശിരശൂലയിൽ. പൈത്തിക ശിരശൂലയിലാണെങ്കിൽ
തലയ്ക്ക് ചുട്ടുനീറ്റം, പിന്നെ കണ്ണിന് ചുമപ്പ്, ദാഹം, മുഖം ചുമക്കുക, അങ്ങനെയൊക്കെ ലക്ഷണം ഉണ്ടാവും. കഫത്തിൻ്റെ ആണെങ്കിൽ തലയുടെ ഉള്ളിൽ നമുക്കിങ്ങനെ വിങ്ങണ പോലെ തോന്നുക, അതൊക്കെ ആണ് ലക്ഷണങ്ങൾ. പിന്നെ വേറൊരു ശിരശൂലമുണ്ട്, സൂര്യാവർത്തം എന്ന് പറയും. അതിൽ ചില രോഗികൾക്ക് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തൊട്ടിട്ട് വേദന തുടങ്ങിയിട്ട് സൂര്യൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് വേദന കൂടി കൂടി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി വേദന കുറയുക. അതാണ് സൂര്യാവർത്തം എന്ന് പറഞ്ഞ ഒരു രോഗം, ശിരശൂല. പിന്നെ ഉള്ളത് അർത്ഥാവഭേദം എന്ന് പറയും. അർത്ഥാവഭേദം എന്ന് പറയുമ്പോൾ ശിരസിൻ്റെ പകുതി ഭാഗത്ത് വേദന വരിക. അത് ഭയങ്കര വേദനയായിട്ടാവും. അതിപ്പോൾ മോഡേണലായിട്ട് പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയും. അത് വേദന വരുമ്പോൾ ചിലർക്ക് ഛർദി ഉണ്ടാവും. പിന്നെ ശബ്ദങ്ങൾ, വെളിച്ചം, അതൊക്കെ വളരെ അസഹ്യമായി തോന്നും. മുറിക്കുള്ളിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും. വളരെ ഒരു ചിലപ്പോൾ മണിക്കൂറുകളോളം ഈ വേദന നിൽക്കാറുണ്ട്. ഇതിൻ്റെ ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കാറുണ്ട്. അതാണ് മൈഗ്രെയിൻ. അർത്ഥാവഭേദം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അങ്ങനെ 11 തരം അങ്ങനെ വിവരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ പറയാൻ ഈ വീഡിയോയിൽ കൊള്ളില്ല, അത്രയും ലക്ഷണങ്ങളുടെ വിവരിച്ചിട്ടുണ്ട് ശിരശൂലത്തെ പറ്റി ആയുർവേദത്തിൽ. പ്രധാനമായിട്ടും ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയെ പറ്റി ഒന്ന് നോക്കാം. ആയുർവേദത്തിൽ ശമനം, ശോധനം, അങ്ങനെ 2 ചികിത്സാ രീതികളാണുള്ളത്. അതിൽ ശമന ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധങ്ങൾ അകത്തേക്ക് കൊടുത്തിട്ട് രോഗത്തെ ശമിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് കഷായങ്ങൾ, ചൂർണങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പം കഷായത്തിൽ ഏറ്റവും നല്ലൊരു കഷായമാണ് പത്യാക്ഷരാത്രാദി കഷായം, അല്ലെങ്കിൽ പത്യാഷടങ്കം കഷായം എന്നും പറയും. ഇതെല്ലാ തലവേദനകളിലും നമുക്കിത് ഉപയോഗിക്കാം. എനിക്ക് വളരെ കൊടുത്ത അനുഭവമുള്ളൊരു കഷായമാണിത്. ഒത്തിരി ആൾക്കാർക്ക് ഇതുകൊണ്ട് വളരെ ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. അതിലെ മരുന്നുകൾ പത്യാക്ഷ, ധാത്ര, ഭൂനിമ്പ, നിശ, നിമ്പ, അമൃതായുധൈ. അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക, പിന്നെ പുത്തിരിച്ചുണ്ട, മഞ്ഞൾ, വേപ്പിൻ തൊലി, ചിറ്റമൃത്. പത്യാക്ഷ, ധാത്രി, ഭൂനിമ്പ, നിശ, നിമ്പ, അമൃതായുധൈ, കൃതക, ക്വാദോ, ഷടങ്കോയം, സഗുഡ, ശീർഷ, ശൂലനു എന്ന് പറയാം. എന്നുവെച്ചാൽ ശിരസിലെ എല്ലാ രോഗങ്ങളെയും മാറ്റുന്നു. അപ്പം അതിൽ കുറച്ച് ശർക്കര മേമ്പൊടി ചേർത്ത് കഴിക്കാം. ഈ മരുന്നുകൾ കഷായം വെച്ചിട്ട് ശർക്കര മേമ്പൊടി ചേർത്ത് കഴിക്കാം. അത് വളരെ ഗുണപ്രദമായ കഷായമാണ്. ശിരസിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്, എല്ലാ വിധത്തിലുള്ള തലവേദനകൾക്കും. പിന്നെ ചെറുതായിട്ടൊന്ന് വയറിളക്കുന്നത് നല്ലതാണ്, മൃദുവിരചനം എന്ന് പറയും. അതിന് നമുക്ക് ആവിപത്തി ചൂർണം 1 സ്പൂൺ വീതം ചെറു ചൂടുവെള്ളത്തിൽ കിടക്കാൻ നേരം കഴിക്കാം. അല്ലെങ്കിൽ തിർബല ചൂർണം വേണമെങ്കിൽ കഴിക്കാം, അതിലേതെങ്കിലും ഒന്ന് കഴിക്കാം. പിന്നെ നെറ്റിയിൽ ലേപനങ്ങൾ ഉപയോഗിക്കാം. നെറ്റിയിൽ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചഗന്ധ ചൂർണം എന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട്. അത് പനിനീരിൽ ചാലിച്ച് നെറ്റിയിൽ ലേപനം ചെയ്യാം. അതുപോലെ തലയിൽ തളം വയ്ക്കുന്നതിന് നല്ലതാണ്. പിന്നെ കറുത്തവട്ട് അല്ലെങ്കിൽ മർമ്മവട്ടം എന്ന് പറഞ്ഞൊരു ഗുളിക കിട്ടും ആയുർവേദ കടയിൽ. അത് വാങ്ങിച്ചിട്ട് തേങ്ങാപ്പാലിൽ അരച്ച് നെറ്റിയിലിടാം. അത് തന്നെ തലയിൽ, ശിരസിൽ തളം വയ്ക്കുകയും ചെയ്യാം. പിന്നെ ശിരോ അഭ്യംഗമുണ്ട്. അതിൽ നമുക്ക് തലയ്ക്ക് പറ്റിയ എണ്ണ, ഓരോ ദോഷത്തിനനുസരിച്ച് പറ്റിയ എണ്ണകൾ ധാരാളം ഉണ്ട്. അത് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ബലാധാത്രാദി, ബലാഹടാദി, ബലകുളിച്ചാദി, ആസനവില്ലാദി, ആസനയിലാദി, കഞ്ഞുണ്യാദി, അങ്ങനെ കുറേ എണ്ണകളുണ്ട്. അതും നല്ലൊരു പ്രയോഗമാണ്. അതാണ് ശമന ചികിത്സ പ്രധാനമായിട്ടും. പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാന ചികിത്സയാണ് ശോധന ചികിത്സ. ശോധന ചികിത്സയിൽ ശിരോവിരോചനം വെച്ചാൽ നസ്യമാണ് പ്രധാന ചികിത്സ. ഇതിൽ എന്നുവെച്ചാൽ ഊർത്ത ജത്രു വികാരേഷു വിശേഷാൽ നസ്യമിഷ്യത എന്ന് പറയാം. എന്നുവെച്ചാൽ ശിരസിൽ ഉള്ള രോഗങ്ങൾക്കെല്ലാം ഏറ്റവും പറ്റിയ കർമ്മമാണ് നസ്യം. ഇത് പഞ്ചകർമ്മങ്ങളിൽ പെടുന്ന ഒരു ചികിത്സയാണ് നസ്യം. നസ്യം എന്ന് വെച്ചാൽ നാസാഹി ശിരസ്വദ്വാരം എന്ന് വെച്ചാൽ ശിരസിൻ്റെ ദ്വാരം നമ്മുടെ നാസയാണ്, മൂക്ക്. അപ്പോൾ മൂക്കിക്കിടെ മരുന്നിട്ടിരിച്ച് ആ ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്നതാണ് ഈ നസ്യം. അത് 2 വിധത്തിലുണ്ട്, മർശനസ്യവും പ്രതിമർശനസ്യവും. അതിൽ മർശനസ്യം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ മരുന്ന് മൂക്കിൽ കൂടുതൽ ഡോസിൽ 2 മൂക്കിൽ ഇറ്റിച്ചിട്ട് ഒഴിക്കുന്നതാണ്. അതിന് മുന്നേ കുറച്ച് പൂർവ്വകർമ്മങ്ങളൊക്കെ ഉണ്ട്. മുഖമൊക്കെ വേർപ്പിച്ച് ശിരസിലൊക്കെ എണ്ണ തേച്ച്, അങ്ങനെ അത് ഹോസ്പിറ്റലൈസായിട്ട് ചെയ്യേണ്ട കർമ്മമാണ്. അതൊരു 7 ദിവസം 14 ദിവസമൊക്കെ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. മറ്റേ പ്രതിമർശ നസ്യത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. അത് നമ്മൾ ഔഷധങ്ങൾ 3-4 തുള്ളി വീതം 2 മൂക്കിൽ ഇറ്റിച്ചിട്ട് നന്നായി ഇങ്ങനെ വലിച്ചു കയറ്റുമ്പം ശിരസിലെല്ലായിടത്തും നന്നായി വ്യാപിക്കും.
അപ്പോൾ ആ ശിരസിലുള്ള കഫമെല്ലാം അങ്ങനെ ഇറങ്ങി വന്നിട്ട് അത് നമ്മൾ തുപ്പിക്കളയും, അതുപോലെ മൂക്കിക്കൂടി പോകും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു നസ്യമാണ് പ്രതിമർശ നസ്യം. അപ്പോൾ മർശ നസ്യം ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പം അത് 7 ദിവസം 14 ദിവസമൊക്കെ വേണ്ടി വരാറുള്ളൂ. മറ്റേതാകുമ്പോൾ കുറച്ച് നാൾ അല്ലെങ്കിൽ ഡെയിലി തന്നെ ഇറ്റിക്കേണ്ടി വരും. 3-4 തുള്ളി അസുഖം നന്നായി മാറുന്നവരെ ഇറ്റിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് അനേകം മരുന്നുകളുണ്ട് ഇതിൽ ഇറ്റിക്കാനായിട്ട്. ക്ഷീരബല ഇറ്റിക്കാം, അതുപോലെ അണുതൈലം, ഷഡ്ബിന്ദു തൈലം. അപ്പോൾ അങ്ങനെ ഓരോ ദോഷത്തിനനുസരിച്ച് നമ്മളിത് പ്രയോഗിക്കണം. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ നല്ലത്. പിന്നെ സാധാരണ ശിരോരോഗങ്ങൾക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് നല്ല എള്ളെണ്ണ, തിലതൈലം എന്ന് പറയും. അത് നമുക്ക് ഈ 2-3 തുള്ളി വീതം ഡെയിലി രാവിലെ മൂക്കിൽ ഇറ്റിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് വളരെ നല്ലതാണ് എല്ലാ ശിരോരോഗങ്ങൾക്കും. എള്ളെണ്ണ, തിലതൈലം അത് പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ചികിത്സയാണ് നസ്യം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആയുർവേദത്തിൽ തന്നെയാണ് ഈ തലവേദനയ്ക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ചികിത്സയുള്ളത്. ശരിയായി കാരണം കണ്ടുപിടിച്ചിട്ട് അത് ശരിയായി ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടുമാറും. അത് എനിക്കും നല്ല അനുഭവമുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ കമൻസായിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.